നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വൻ കൃപ ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും മേൽ കടന്നു വരട്ടെ. ദൈവവചനം ഇന്ന് ഓരോ വ്യക്തികളെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ വിടുതൽ ഓരോ വ്യക്തികളുടെ മേലും അവരുടെ ഭവനത്തിൻ്റെ മേലും ഇപ്പോൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ പ്രിയരെ, നമുക്കറിയാം ഈ റീസെൻ്റായിട്ടുള്ള ഇഷ്യൂസ് ലോകത്തിങ്ങനെ പല സംഭവ വികാസങ്ങൾ, മഹാമാരികൾ, യുദ്ധങ്ങൾ ഒക്കെ കൊടുമ്പിരി കൊള്ളുമ്പോൾ പലരും ഇപ്രകാരം ചോദിക്കാറുണ്ട്, അവസാന കാലഘട്ടം അടുത്തോ, ഇത് ലോകത്തിൻ്റെ അവസാനമായോ എന്ന് ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ, യൂട്യൂബ് പോലുള്ള സോഷ്യൽ മീഡിയകളിലൊക്കെ ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അന്ത്യകാലഘട്ടമായി, അവസാന കാലഘട്ടത്തിൻ്റെ ലക്ഷണങ്ങളാണ്, ഇനിയിപ്പോൾ ലോകാവസാനം അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള ക്ലാസ്സുകളും അതുപോലെ പല അഭിപ്രായങ്ങളും പല ഭാഗത്തു നിന്നായിട്ട് ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. പലരും ഇപ്പോൾ സംശയങ്ങളൊക്കെ ചോദിക്കുന്നു, എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് എന്നുള്ളത് വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ പലരുടെയും ക്ലാസ്സുകൾ ഭയപ്പെടുത്തുന്നതും അതുപോലെ തന്നെ പല പല ഉപദേശങ്ങളും പല പല അഭിപ്രായങ്ങളും ഒക്കെ അടങ്ങിയ ക്ലാസ്സുകളും അല്ലെങ്കിൽ അവരുടെ മീറ്റിങ്ങുകളും കോൺഫറൻസുകളും ഒക്കെ നമുക്ക് ലൈവായിട്ട് സോഷ്യൽ മീഡിയയിലും കണ്ടുകൊണ്ടിരിക്കുന്നു. എന്താണ് ഇവിടെ കർത്താവ് വചനത്തിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? അവസാന നാളുകളെ പറ്റി ദൈവം എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് വചനത്തിലൂടെ നോക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 24-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞിരിക്കുന്ന കാലത്തിൻ്റെ അടയാളങ്ങൾ എന്തെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് ജെറുസലേം ദേവാലയത്തിൽ നിന്ന് യേശു നടന്നു വന്ന് ഒലിവുമലയിലായിരിക്കുമ്പോൾ ശിഷ്യന്മാർ ചോദിക്കുകയാണ്, കർത്താവേ, അവൻ ഒലിവുമലയിൽ, വചനം ഇപ്രകാരം പറഞ്ഞു, അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവനെ സമീപിച്ച് പറഞ്ഞു, ഇതെല്ലാം എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ ആഗമനത്തിൻ്റെയും യുഗാന്തത്തിൻ്റെയും അടയാളം എന്തെന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരണം. അപ്പോൾ ശിഷ്യന്മാർ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് വിശ്വസിച്ചിരുന്നു, അവിടുത്തെ ആഗമനം ഉണ്ടാകും. യേശു അത് അവരെ പഠിപ്പിച്ചിരുന്നു. അവിടുത്തെ ആഗമനം ഉണ്ടാകും, യുഗാന്ത്യം ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ അടയാളം എന്തെന്ന് ഞങ്ങളെ ഒന്ന് പഠിപ്പിച്ചു തരണം. യേശു പഠിപ്പിക്കുന്ന ആ കാലത്തിൻ്റെ അടയാളങ്ങളെക്കുറിച്ചാണ് നമുക്ക് ഇന്ന് ഒരല്പമായിട്ട് ചിന്തിക്കുന്നത്. നമുക്കറിയാം, യേശു ഇവിടെ വചനത്തിൽ പറയുന്നു, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളത് ആദ്യമായിട്ട് ശിഷ്യന്മാരോട് പറയുകയാണ്. അതുതന്നെയാണ് നമ്മളും ഇവിടെ ഓർക്കേണ്ടത്. ആരും നമ്മളെ വഴിതെറ്റിക്കാതിരിക്കാൻ നമ്മൾ ശക്തിയോടെ നമ്മൾ ശ്രദ്ധിക്കണം, സൂക്ഷിച്ചു കൊള്ളണം. എപ്രകാരമാണ് നമ്മൾ സൂക്ഷിച്ചു കൊള്ളേണ്ടത്? നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളണം എന്നാണ് യേശു വചനത്തിലൂടെ നമ്മളോട് പറയുന്നത്. എപ്രകാരമാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്? ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞു തരികയാണ്, നമ്മൾ സൂക്ഷിച്ചു കൊള്ളണം. കാരണം വചനത്തിൽ നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള മുന്നറിയിപ്പ് വചനത്തിലൂടെ തന്നെ യേശു നമുക്ക് അന്ന് 2000 വർഷം മുമ്പേ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ വചനം നിങ്ങളെ അടയാളങ്ങൾ എന്തെന്ന് വളരെ വ്യക്തമായി പഠിപ്പിച്ചുകൊള്ളും. ഇതാ ഇവിടെ വചനത്തിലൂടെ പറയുകയാണ്, പലരും എൻ്റെ നാമത്തിൽ വന്ന് ഞാൻ ക്രിസ്തുവാണ് എന്ന് പറയുകയും അനേകരെ വഴിതെറ്റിക്കുകയും ചെയ്യും. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വന്ന് താൻ ക്രിസ്തുവാന്ന് പറഞ്ഞു വരുന്ന അനേകർ ഉണ്ടാകുമെന്നും അവർ നിങ്ങളെ വഴിതെറ്റിക്കുകയും ചെയ്യുന്നുവെന്നും യേശു തന്നെ തൻ്റെ വചനത്തിൽ ഇപ്രകാരം പറയുന്നു. യേശു സ്വന്തം നാവുകൊണ്ട് പറയുന്ന ആ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അന്ന് കർത്താവ് എന്തു പറഞ്ഞോ അന്ന് തന്നെ ഈ കാലം അത്രയും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് കാലം തൊട്ട് തന്നെ അനേകർ വന്ന് രക്ഷ താൻ നൽകാമെന്ന് പറഞ്ഞു വന്ന അനേകരെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോസ്തല പ്രവർത്തനത്തിലും അതിനകത്ത് തെളിവുകളുണ്ട്. താൻ വലിയവനാണെന്ന് പറഞ്ഞുകൊണ്ട് വന്ന അനേകരെ ഉണ്ട്. നമുക്കറിയാം, ചരിത്രത്തിൽ പരിശോധിച്ചാൽ അറിയാം, വിവിധ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ താൻ ക്രിസ്തുവാന്ന് പറഞ്ഞ് അവകാശപ്പെട്ടുകൊണ്ട് വന്ന അനേകരെ കാണാൻ സാധിക്കും. ഇന്ന് നമ്മുടെ കേരളത്തിൽ ഇതാ തൃശ്ശൂരുള്ള ഒരു ഇരിങ്ങാലക്കുട അടുത്തുള്ള മുരിയാട് എന്ന ദേശത്തൊരു കൂടാരം, അവിടെയും താൻ ക്രിസ്തു അവിടെ വന്നിട്ടുണ്ട്, ഇമ്മാനുവേലായിട്ട് ജനിച്ചിട്ടുണ്ട്. അവിടെ കടന്നു വരുന്നവർക്കെല്ലാം ആ സിയോനിലേക്ക് എത്തുന്ന, അവരുടെ അടുത്തേക്ക് എത്തുന്ന എല്ലാവർക്കും രക്ഷ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും ഒരു വ്യാജ ക്രിസ്തു അല്ലെങ്കിൽ അവിടെയും ഒരു ക്രിസ്തു ജനിച്ചിട്ടുണ്ടെന്ന് അവർ അവകാശപ്പെടുമ്പോൾ യേശു അന്ന് അവിടെ നമ്മളോട് പറഞ്ഞ ആ വചനം അവിടെ നിവൃത്തിയാകാണ്. എൻ്റെ നാമത്തിൽ വന്ന് ഞാൻ ക്രിസ്തുവാണ് എന്ന് പറയും, അനേകരെ വഴിതെറ്റിക്കുകയും ചെയ്യും. അനേകരെ വഴിതെറ്റിക്കുന്ന ഒരു ക്രിസ്തുവാന്ന് പറഞ്ഞ് വരുന്ന വ്യക്തികൾ ഉണ്ടാകുമെന്ന് യേശു എന്തു പറഞ്ഞു അത് തന്നെ ഇവിടെ സംഭവിക്കുകയാണ്. എവിടെയാണ് ഈ വേദനകളുടെ ആരംഭം സംഭവിക്കുമ്പോൾ ഇതെല്ലാം രാജ്യത്ത് ലോകത്ത് സംഭവിക്കുമെന്ന് വചനം ഓർമ്മപ്പെടുത്തുന്നു.
യുദ്ധങ്ങളെപ്പറ്റി കേൾക്കും, അവയെപ്പറ്റിയുള്ള കിംവദന്തികളും, എന്നാൽ നിങ്ങൾ അസ്വസ്ഥരാകരുത്, കാരണം ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്, എന്നാൽ ഇനിയും അവസാനമായിട്ടില്ല. നമുക്കറിയാം, റീസെൻ്റായിട്ട് യുദ്ധങ്ങൾ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ യേശു പറയുകയാണ്, യുദ്ധങ്ങൾ സംഭവിക്കേണ്ടത് തന്നെയാണ്, യുദ്ധങ്ങളെപ്പറ്റി നിങ്ങൾ കേൾക്കും, ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്, എന്നാൽ ഇനിയും അവസാനമായിട്ടില്ല. യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ലോകത്ത് ഉണ്ടാകുമ്പോൾ അവിടെയെല്ലാം ഒരു കാലത്തിൻ്റെ ഈറ്റുനോവിൻ്റെ ആരംഭം സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭമാണെന്ന് യേശു പറയുമ്പോൾ ഇവിടെ സംഭവിക്കേണ്ടത്, ഒന്ന്, യുദ്ധങ്ങളെപ്പറ്റി നിങ്ങൾ കേൾക്കും, കിംവദന്തികളും കേൾക്കും, രാജ്യം രാജ്യത്തിനെതിരായും ജനം ജനത്തിനെതിരായും തിരിയുന്നത് കാണാൻ സാധിക്കും. ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ പല സ്ഥലങ്ങളിലും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കിയേ. രാജ്യങ്ങൾ രാജ്യത്തോട് എതിര് നിൽക്കുന്ന, അല്ലെങ്കിൽ ജനം ജനത്തിനെതിരെ എതിര് നിൽക്കുന്ന അനുഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. റീസെൻ്റായിട്ടുള്ള പാലസ്റ്റീൻ ഇസ്രായേൽ ഇഷ്യൂസൊക്കെ നമ്മൾ സംഭവിക്കുമ്പോൾ അവിടെയെല്ലാം ഒരു വിഭാഗം ജനങ്ങൾ ഇതാ വേറെ വിഭാഗം ജനങ്ങളുമായിട്ട് ലോകം മുഴുവൻ അതിൻ്റെ അലയടികളാണ്. രാജ്യം രാജ്യത്തോടും ജനം ജനത്തോടും എതിർത്ത് നിൽക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ അത് വന്നുകൊണ്ടിരിക്കുകയാണ്. യേശു പറയുന്നു, ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. വചനം ഇവിടെ നമ്മളെ ഓർപ്പിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, ഈ പീഡനത്തിന് അല്ലെങ്കിൽ അവസാന നാളുകളിൽ സഭ ഏൽക്കേണ്ടി വരുന്ന പീഡനങ്ങൾക്ക് ഇരയാകും ക്രിസ്തീയ വിശ്വാസികൾ. അവർ നിങ്ങളെ വധിക്കും, എൻ്റെ നാമനിമിത്തം സർവ്വജനങ്ങളും നിങ്ങളെ ദ്വേഷിക്കുമെന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നു. കർത്താവിൽ പ്രിയരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. പലരും ചോദിക്കുന്നു, അന്ത്യകാലഘട്ടം അടുത്തോ? എന്നാൽ ലക്ഷണങ്ങൾ, കാലത്തിൻ്റെ അടയാളങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈറ്റുനോവിൻ്റെ ആരംഭം, അവിടെ ആ കർത്താവ് പറഞ്ഞിരിക്കുന്ന അടയാളങ്ങൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ന് ക്രിസ്തീയ വിശ്വാസികൾക്ക് എതിരായിട്ട് അല്ലെങ്കിൽ വഴിതെറ്റിക്കുന്ന വ്യക്തികൾ, ഇതാ ക്രിസ്തു എന്ന് പറഞ്ഞ് വന്ന് അനേകർ വഴിതെറ്റിക്കുമെന്ന് യേശു പറഞ്ഞ പ്രകാരം ഇന്ന് സംഭവിക്കുന്ന അനേകം ദുരുപദേശങ്ങൾ നമ്മുടെ നാട്ടിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ സ്വാധീനം സോഷ്യൽ മീഡിയയ്ക്കുണ്ട്. പ്രത്യേകിച്ച് ജനമെല്ലാം ഇന്ന് ഓൺലൈനിൽ തങ്ങളുടെ ഇഷ്ട വിനോദങ്ങൾക്ക് പുറകെയും മറ്റ് സോഷ്യൽ മീഡിയയുടെ പുറകെയും എല്ലാം പോകുമ്പോൾ ജനങ്ങളെ വളരെ പെട്ടെന്ന് സോഷ്യൽ മീഡിയയ്ക്ക് സ്വാധീനിക്കാൻ പറ്റും. ആ സോഷ്യൽ മീഡിയയിൽ വളരെ പോപ്പുലറായിട്ടുള്ള വ്യക്തികളൊക്കെ വന്നിട്ട് അവരുടെ അഭിപ്രായം പറയുമ്പോൾ പലരും അതിൻ്റെ പുറകെ പോകുന്ന ചില കാഴ്ചകൾ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ വളരെ റീസെൻ്റായിട്ട് ഇപ്പോൾ ഒരു ലേഡി ഇന്ന സ്ഥലത്ത് നിന്ന് ജെറുസലേമിൽ നിന്ന് സംസാരിക്കുന്ന ഷാലോം എന്നൊക്കെ പറഞ്ഞ് അഭിസംബോധന ചെയ്ത് വന്നിട്ട് ചില ക്ലാസ്സുകൾ അവിടെയൊക്കെ പറയുന്നുണ്ട്, കോവിഡ് വാക്സിൻ അത് മൃഗത്തിൻ്റെ മുദ്രയാണ്, നിങ്ങൾ കരങ്ങൾ സ്വീകരിക്കുമ്പോൾ ആ വെളിപാട് പുസ്തകം 13:18 അന്ത്യക്രിസ്തുവിൻ്റെ മുദ്രയാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് എന്നുള്ള പഠനങ്ങളൊക്കെ പറയുമ്പോൾ പലർക്കും പേടി, അയ്യോ അന്ത്യക്രിസ്തുവിൻ്റെ അടയാളമാണോ, നെറ്റിയിലും കൈമുദ്രമേലും നിങ്ങൾ അത് അടയാളങ്ങൾ പതിക്കേണ്ടി വരുമെന്ന് അവരത് ആ വാക്സിൻ എടുക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് അന്ത്യക്രിസ്തുവിൻ്റെ അടയാളമാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ പേടിപ്പിക്കുന്നു. അതുപോലെ തന്നെ തൃത്വമില്ല, ഇങ്ങനെയുള്ള സ്റ്റഡികൾ പറയുന്നു. അതുപോലെ തന്നെ ചില വ്യാഖ്യാനങ്ങൾ, അവിടെ ഓരോ സ്ഥലം കാണിച്ചിട്ട് ഇവിടെ ഇന്നത് സംഭവിച്ചു, സത്യത്തിൽ ആ ചരിത്രവുമായിട്ട് ആ സ്ഥലവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരു വചനവുമായിട്ട് ഒരു അറിവില്ലാത്തവർ ഇതുപോലുള്ള കാര്യങ്ങൾ, തെറ്റായ പഠിപ്പീരുകൾ കാണുമ്പോൾ വളരെ അതിലേക്ക് മനസ്സ് തിരിയുന്നതായിട്ട് കാണാൻ സാധിക്കും. പലരും വിചാരിക്കുന്നത്, ഇത് ഒറിജിനലായിരിക്കും, ഇവർ പറഞ്ഞ സത്യമായിരിക്കും. എന്നാൽ കർത്താവിൽ പ്രിയരൊന്ന് പരിശോധിച്ച് നോക്കുക. ഇവിടെ ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നത് കാണാൻ സാധിക്കും. റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 16-ാം അധ്യായം 17-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. സഹോദരരെ, നിങ്ങൾ പഠിച്ച തത്വങ്ങൾക്ക് വിരുദ്ധമായി പിളർപ്പുകളും ദുർമാതുകളും ഉണ്ടാക്കുന്നവരെ ശ്രദ്ധിച്ചു കൊള്ളണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അവരെ നിരാകരിക്കുവിൻ എന്ന് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനത്തിലൂടെ നമ്മളെ ഓർപ്പിക്കുന്നു. നിങ്ങൾ പഠിച്ച തത്വങ്ങൾക്ക് വിരുദ്ധമായി പിളർപ്പുകളും ദുർമാതൃകകളും ഉണ്ടാക്കുന്നവരെ ശ്രദ്ധിച്ചു കൊള്ളണം. ദൈവവചനം പഠിപ്പിച്ചതിന് വിരുദ്ധമായിട്ടുള്ള സ്റ്റഡീസ്, ദൈവവചനം നമ്മളെ പഠിപ്പിച്ചതിന് വ്യത്യസ്തമായ സുവിശേഷം, ഇങ്ങനെ ഉള്ള പഠിപ്പീരുകൾ ഇത് ക്രിസ്തീയ സഭയിൽ വളരെ ശക്തമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കാരണം നമുക്കറിയാം, ആദ്യകാലം തൊട്ടേ സാത്താൻ ദൈവവിശ്വാസികളെ തെറ്റിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നിങ്ങൾ നോക്കിയേ, ഏതെങ്കിലും ഒരു മതത്തിൽ ഒരു കലർപ്പ് കടന്നിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്തീയ വിശ്വാസത്തിൽ മാത്രമാണ് സാത്താൻ അത് കലർത്താൻ നോക്കുന്നത്. കാരണം ഒരുവനും ദൈവത്തോട് അടുക്കരുത്,
ഒരുവനും ദൈവരാജ്യത്തോടും ക്രിസ്തുവിനോടും അടുക്കരുത്. അതാണ് അന്ധകാര ശക്തി ശ്രമിക്കുന്നത്. അതുകൊണ്ട് പല അഭിപ്രായങ്ങളും പല വ്യാജ പ്രബോധകരും ഇവിടെ വന്ന് ക്രിസ്തുവിൽ നിന്ന് നിന്നെ ഒരു വ്യക്തിയെ അകറ്റാനുള്ള എല്ലാവിധ സാധ്യതകളും വളരെ ശക്തമായിട്ട് ഇന്ന് ലോകത്തിന് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നിങ്ങൾ പഠിച്ച തത്വങ്ങളിൽ നിന്ന് അകലരുത് എന്ന് പറയാൻ കാരണം, നിങ്ങൾ വചനത്തിലൂടെ ബൈബിളിലൂടെ നിങ്ങൾ അറിഞ്ഞ ദൈവവചനത്തിലൂടെ തിരിച്ചറിഞ്ഞ ഓരോ കൽപ്പനകളെന്നും വചനങ്ങളെന്നും തിരിച്ച് അതിന്ന് വ്യതിചലിച്ച് പോകാതെ വചനം എന്ത് പഠിപ്പിക്കുന്നു അതിൽ ഉറച്ചു നിൽക്കണം. ഇവിടെ ദൈവവചനത്തെ അവരുടേതായ അഭിപ്രായങ്ങൾ വെച്ചിട്ടാണ് പലരും വ്യാഖ്യാനിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പല സ്റ്റഡികൾ പഠിക്കുമ്പോൾ അപ്പോസ്തലന്മാർ എന്താണ് ഈ വചനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളുടെ ആത്മീയ ഗുരു ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ അതിനെപ്രകാരം കാണണം. ഒരു ദൈവവചനം പഠിക്കുമ്പോൾ അതിൻ്റെ ചരിത്രവശത്തെപ്പറ്റി പഠിക്കണം. എന്തിന് ഇത് അപ്പോസ്തലന്മാർ പറഞ്ഞു, എപ്പോൾ പറഞ്ഞു, എന്ത് കാരണത്താൽ പറഞ്ഞു, അതിൻ്റെ ചരിത്രവശങ്ങൾ, ആത്മീയ വശങ്ങൾ, പലരും ഇവിടെ അക്ഷരം വെച്ചിട്ട് ആണ് വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ അതിൻ്റെ ഒരു സന്ദർഭത്തിൽ, ഏത് കാലഘട്ടത്തിൽ, എന്തിന്, ഏത് സാഹചര്യത്തിൽ പറഞ്ഞു എന്നുള്ള 4 പല ആംഗിളിൽ നിന്നും നമ്മൾ തന്നെ പഠിക്കുമ്പോൾ മാത്രമാണ് ദൈവവചനത്തിൽ നമുക്ക് ആഴത്തിൽ അതിൻ്റെ പൊരുളുകൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ പലരും അവരുടെ അഭിപ്രായം പറയുമ്പോൾ വചനമറിയാത്ത സാധാരണക്കാരായ വ്യക്തികൾ അവരുടെ അഭിപ്രായങ്ങൾക്ക് പുറകെ പോകുന്ന കാഴ്ചയാണ് ഇന്ന് കാലഘട്ടത്തിൽ കാണാൻ സാധിക്കും. കർത്താവിൽ പ്രിയരെ, നിങ്ങളെ വ്യക്തികൾ സ്വാധീനിക്കുന്ന തരത്തിലേക്ക് മനസ്സിനെ വിട്ടുകൊടുക്കരുത്. അവരവന് പഠിച്ച ദൈവവചനത്തെ ഉറച്ചു നിൽക്കുക. ദൈവവചനം അറിയില്ലെങ്കിൽ അതിൽ ആഴത്തിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളിലേക്കോ സഭ ചാടി പോകുന്ന രീതികളിലേക്കോ അല്ല പോകേണ്ടത്. കർത്താവിൽ പ്രിയരെ, ഇന്ന് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, ഇന്ന് പല വ്യക്തികളുടെ മേലും ഈ ന്യൂജൻ ആയിട്ട് ഉയർന്നു വന്നേക്കുന്ന ചില കുമിള പോലെ ഉയർന്നു വന്നേക്കുന്ന ചില കൂട്ടായ്മകളൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ കൂട്ടായ്മയുടെ സ്വാധീനം സാധാരണക്കാരായ വ്യക്തികളെ സ്വാധീനിക്കുന്ന കാഴ്ചകളാണ് ഇന്ന് നമുക്ക് വളരെ ശക്തമായിട്ട് കാണാൻ സാധിക്കുന്നത്. പലരുടെയും ഉദ്ദേശം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ആളുകൾ ചേർക്കുക എന്നുള്ളതാണ്. എപ്പോഴും വിശ്വസിക്കണം, ഇവിടെ നിന്ന് മാറി അവിടെ ചെന്നാലും ഒരേ യേശു തന്നെയാണ് നമുക്കുള്ളത്. ഇവിടെ യേശു തൃത്വമാണ്, നമുക്ക് ത്രിയേക ദൈവമാണുള്ളെങ്കിൽ അവിടെ ചെന്നാലും ഈ ത്രിയേകതയുള്ള ദൈവം മാത്രമേ നമുക്കുള്ളൂ, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. എന്നാൽ ഇവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ അവനവൻ്റെ സഭയിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് അവനവൻ്റെ സഭയിൽ കർത്താവ് നൽകിയിരിക്കുന്ന ആ ദൈവത്തെ തിരിച്ചറിയാൻ സാധിക്കാതെ അവിടെ ചെന്ന് കഴിഞ്ഞാലും എന്ത് മേന്മയാണ് പുതുതായിട്ട് ലഭിക്കുക. എന്നാൽ അവിടെയൊക്കെ നമുക്കറിയാൻ സാധിക്കും, പല മോഹന വാഗ്ദാനങ്ങൾ നൽകി അല്ലെങ്കിൽ അങ്ങോട്ട് നമ്മളെ ആകർഷിക്കുന്ന തരത്തിലുള്ള ചില ക്യാൻവാസിംഗ് ഒക്കെ ഇന്ന് നമുക്ക് വളരെ ശക്തമായിട്ട് കാണാൻ സാധിക്കും. എന്നാൽ ദൈവവചനം ഇപ്രകാരം നമ്മളെ വളരെ ശക്തമായിട്ട് ഓർപ്പിക്കുകയാണ്. 2 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം ഇപ്രകാരം നമ്മളെ ഓർപ്പിക്കുന്നു: ഇസ്രായേൽ ജനങ്ങൾക്കിടയിൽ വ്യാജ പ്രവാചകന്മാരുണ്ടായിരുന്നു, അതുപോലെ തങ്ങളുടെ മേൽ ശീഘ്രനാശം വരുത്തി വയ്ക്കുന്ന വ്യാജ ഉപദേഷ്ടാക്കൾ നിങ്ങളുടെ ഇടയിലും ഉണ്ടാകും. അവർ വിനാശകരമായ അഭിപ്രായങ്ങൾ രഹസ്യത്തിൽ പഠിപ്പിക്കുകയും തങ്ങളെ വില കൊടുത്തു വാങ്ങിയ നാഥനെ പോലും നിഷേധിക്കുകയും ചെയ്യും. പലരും അവരുടെ ദുഷിച്ച മാർഗത്തെ അനുഗമിക്കും. അങ്ങനെ അവർ മൂലം സത്യത്തിൻ്റെ മാർഗം നിന്ദിക്കപ്പെടും. 3-ാം വാക്യം ഇപ്രകാരം പറയുന്നു, 2 പത്രോസ് 2:3 പറയുന്നു: അത്യാഗ്രഹം കാരണം വ്യാജം പറഞ്ഞ് നിങ്ങളെ അവർ ചൂഷണം ചെയ്യും. നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന അവരുടെ ശിക്ഷാവിധിക്ക് കാലവിളംബരം വരികയില്ല. വിനാശം കണ്ണു തുറന്ന് അവരെ കാത്തിരിക്കുകയും ചെയ്യുന്നു. അത്യാഗ്രഹം കാരണം വ്യാജം പറഞ്ഞ് നിങ്ങളെ അവർ ചൂഷണം ചെയ്യും. ഇന്ന് കാണാൻ സാധിക്കുന്നത്, ഇന്ന് നമുക്ക് ടി വിയും അതുപോലെ സോഷ്യൽ മീഡിയയിലും പല രീതിയിലുള്ള പ്രസംഗങ്ങളും മറ്റെല്ലാം കാണാൻ സാധിക്കുമ്പോൾ അവിടെയൊക്കെ പണത്തിന് മുൻതൂക്കം നൽകുന്ന കാണാൻ സാധിക്കും. രോഗസൗഖ്യ പ്രാർത്ഥനയുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ പണമാണ് മുൻതൂക്കം കൊടുക്കുന്ന കാര്യങ്ങൾ. അവരുടെ അത്യാഗ്രഹം കാരണം വ്യാജം പറഞ്ഞ് അവർ നിങ്ങളെ ചൂഷണം ചെയ്യും. ഇന്ന് തൃശ്ശൂരുള്ള എംപറർ കൂടാരവും നിങ്ങളെ വ്യാജം പറഞ്ഞ് ചൂഷണം ചെയ്യും. നിൻ്റെ സ്വത്ത് എഴുതിത്തരിക, നിൻ്റെ അവിടുത്തെ സ്ഥലം വിറ്റ് അങ്ങോട്ട് പോരുക, അവിടെ എല്ലാം ചൂഷണമാണ്. വ്യാജം പറഞ്ഞ് ചൂഷണം, അത്യാഗ്രഹം കാരണം പല സ്ഥലത്തും കാണാൻ സാധിക്കും. എനിക്കും ഒരുപാട് നേരിട്ടുള്ള അനുഭവങ്ങളുണ്ട്. അതായത് ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, ഇന്ന പോലെയൊക്കെ കാര്യങ്ങൾ, ബന്ധനങ്ങളൊക്കെ ഉണ്ട്, അത് മാറ്റിത്തരണമെങ്കിൽ ഒരു 12,000 രൂപ ചിലവ് വരും, അത് വഹിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ വന്ന് ബന്ധനം മാറ്റിത്തരാം. എനിക്കറിയത്തില്ലായിരുന്നു കാലഘട്ടത്തിൽ. യേശു പറഞ്ഞു, ദാനമായി നിനക്ക് ലഭിച്ചത് ദാനമായി കൊടുക്കണം,
ദാനമായിട്ട് നിനക്ക് വിടുതൽ ശുശ്രൂഷ നൽകിയിട്ടുണ്ടെങ്കിൽ നീ അത് ദാനമായിട്ട് ചെയ്തോണം. അത് വിലയ്ക്ക് വാങ്ങേണ്ടതല്ല. നിനക്ക് രോഗസൗഖ്യ വരം ഒരു ശുശ്രൂഷന് ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ ദാനമായിട്ടാണ് നിനക്കത് യേശു തന്നെങ്കിൽ നീ ആ വരം ദാനമായിട്ടാണ് കൊടുക്കേണ്ടത്. വിലയ്ക്ക് വാങ്ങേണ്ടതല്ല കർത്താവിൻ്റെ രോഗസൗഖ്യം. പലരും ഇങ്ങനെ പറയാറുണ്ട്, ആ രോഗം മാറിയോണ്ട് അവരിങ്ങനെ നൽകിയതാണ്. പക്ഷേ അത് തരുന്നതിനെ അവർ വെൽക്കം ചെയ്യുക, വേണ്ടാന്ന് പറയത്തില്ല. ചില സ്ഥലത്ത് ആ കൂട്ടായ്മയ്ക്ക് ചെല്ലുമ്പോൾ തന്നെ ആദ്യമേ തന്നെ കവറുകൾ കൊടുക്കും. നീ നിർബന്ധമായിട്ടും നിൻ്റെ ഓഫറിങ് അവിടെ കൊടുത്തേ മതിയാത്തുള്ളൂ. അവനവൻ സ്വന്തം ഇഷ്ടത്തിൽ നിന്ന് കൊടുക്കേണ്ട കർത്താവ് ദശാംശം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ദശാംശം കൊടുക്കണം. പക്ഷേ ഇവിടെ അങ്ങനല്ല, പിടിച്ചു വാങ്ങുന്ന തരത്തിൽ ആ ഒരു പണം തന്നെ, ഇവിടെ വചനം പറഞ്ഞ പോലെ അത്യാഗ്രഹം കാരണം വ്യാജം പറഞ്ഞ് നിങ്ങളെ അവർ ചൂഷണം ചെയ്യും. വ്യാജം പറഞ്ഞ് ചൂഷണം ചെയ്യുന്ന പലരും പല തെറ്റായ പഠനങ്ങൾ നമുക്കറിയാം. വിശുദ്ധ കുർബാനയെ പോലും തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് അതിൻ്റെ ഒന്നും കാര്യമില്ല, അതങ്ങനെയല്ല എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള വ്യാജ പഠനങ്ങളുമായിട്ട് നിങ്ങളെ സമീപിക്കും. അവിടെയെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളണം. വചനം നമ്മളെ ഓർപ്പിക്കുകയാണ്, ഇസ്രായേൽ ജനങ്ങളുടെ വ്യാജ പ്രവാചകന്മാരുണ്ടായിരുന്ന പോലെ നിങ്ങളുടെ വ്യാജോപദേശങ്ങൾ നിങ്ങളുടെ ഇടയിലും ഉണ്ടാകുമെന്ന് 2 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം അവിടെ ഓർപ്പിക്കുമ്പോൾ, ഇസ്രായേൽ ഉണ്ടായിരുന്ന വ്യാജപ്രവാചകരെ പോലെ നിങ്ങളുടെ ഇടയിലും വ്യാജോപദേഷ്ടാക്കൾ ഉണ്ടാകുമെന്ന് അപ്പോസ്തലനായ വിശുദ്ധ പത്രോസിൻ്റെ ലേഖനം നമ്മളെ ഓർപ്പിക്കണം. ദൈവവചനം നിങ്ങളെ ഓർപ്പിക്കുകയാണ്. അവർ വിനാശകരമായ അഭിപ്രായങ്ങൾ രഹസ്യത്തിൽ പഠിപ്പിക്കുകയും തങ്ങളെ വില കൊടുത്തു വാങ്ങിയ നാഥനെ പോലും നിഷേധിക്കുകയും ചെയ്യും. രഹസ്യത്തിൽ വിനാശകരമായ കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുകയും യേശുവിൽ നിന്ന് നിങ്ങളെ അകറ്റും. യേശുവിൻ്റെ കൃപയിൽ നിന്ന് നിങ്ങളെ അകറ്റിക്കളയും. അതുകൊണ്ട് വിശ്വാസിയെ, കർത്താവിൽ പ്രിയരെ, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ വില കൊടുത്തു വാങ്ങിയ നിങ്ങൾ ഓരോരുത്തരിൽ നിന്നും തെറ്റിപ്പിക്കാനുള്ള വ്യാജ ഉപദേഷ്ടാക്കൾ ലോകത്ത് ഇറങ്ങിയിട്ടുണ്ടെന്ന് ദൈവവചനം വളരെ ശക്തമായിട്ട് ഓർപ്പിക്കുന്നു. അതുപോലെ ഇപ്പോൾ നമുക്ക് വളരെ സോഷ്യൽ മീഡിയകളിൽ ഒക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന വേറൊരു കാര്യമാണ്, എല്ലാം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രസംഗങ്ങൾ മാത്രം. കോമഡിയുള്ള ദൈവവചനമാണെങ്കിൽ പോലും അവിടെ എല്ലാം വലിയ സമാധാനത്തിൻ്റെ പ്രസംഗം. ആരെയും ദുഃഖിക്കുന്ന ഒരു ഇതുപോലും. ദൈവം പാപിയാണോ നിന്നെ ഉയർത്തും. കാര്യം ദൈവം പാപം ക്ഷമിക്കുന്ന, ക്രിസ്തുവിൻ്റെ രക്തം നിന്നെ കഴുകുന്നതാണ്. നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കുന്ന ദൈവമാണ്. നിന്നെ ഉയർത്തും, നിന്നോട് ക്ഷമിച്ച് നിന്നെ അനുഗ്രഹിക്കും. ഇങ്ങനെയെല്ലാം പറഞ്ഞ് അല്ലെങ്കിൽ അവന് ദുഃഖം വരുത്തത്തില്ല. എല്ലാം നല്ല കാര്യങ്ങൾ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യുന്ന പ്രസംഗങ്ങൾ, ക്രിസ്തുവിൻ്റെ പ്രസംഗങ്ങൾ പല സ്ഥലത്തും കാണാൻ സാധിക്കും. കണ്ടിരിക്കുന്നവർക്കുള്ള രക്ഷ. ദൈവം നിന്നെ ഉയർത്തും, ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഏതാ? കള്ളുകുടിയനും തിന്മയിൽ ജീവിക്കുന്നവനും വ്യഭിചാരത്തിലും പാപത്തിലും പലിശ കൊടുപ്പിലും സഹോദരനോട് മിണ്ടാത്തവനും സ്വന്തം കുടുംബത്തിലുള്ളവരെ പോലും ചതിക്കുന്ന ഒരുവൻ വന്ന് അവിടെ ഇരിക്കുമ്പോൾ അവനോട് പറയുന്ന ദൈവം അനുഗ്രഹിക്കും. അവനും വലിയ സന്തോഷമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. കാര്യം സഹോദരോട് അവൻ മിണ്ടത്തില്ല. സ്വന്തം ഭാര്യയുമായിട്ട് വഴക്കാണ്, വീട്ടിലവനും പ്രശ്നമാണ്, മാതാപിതാക്കളെ നോക്കത്തില്ല, കുഞ്ഞുങ്ങളെ നോക്കത്തില്ല, നാട്ടുകാരോട് അലമ്പാണ്, ദുശീലങ്ങളും ദുസ്വഭാവങ്ങളും നിലനിൽക്കുന്നു. പക്ഷെ അവനതൊന്നും മാറണ്ട. ദൈവം ഉയർത്തും. അവനും ഇഷ്ടമാണ്. നല്ല പ്രഘോഷകർ ഇങ്ങനെ പൊക്കി പറയുമ്പോൾ അവനും വലിയ ഇഷ്ടമാണ്. അവരും പറയത്തില്ല, മുമ്പിൽ ഇരിക്കുന്നവൻ പാപിയാണെന്ന് അറിഞ്ഞാലും പറയും ദൈവം നിന്നോട് ക്ഷമിക്കും, ദൈവം നിന്നെ ഉയർത്തും. കാരണം അവർക്ക് ചില താല്പര്യങ്ങളൊക്കെ, സ്ഥാപിത താല്പര്യങ്ങളൊക്കെ നടന്നാൽ മതി. ഒരുവൻ്റെ ആത്മാവിൻ്റെ രക്ഷ ഉണ്ടോ ഇല്ലയോ നമുക്കറിയത്തില്ല. എന്നാൽ ദൈവവചനം പറയുന്നു, ഇതാ വ്യാജ ഉപദേഷ്ടാക്കൾ അവർ നിങ്ങളെ പല കാര്യങ്ങളും ഇങ്ങനെ പഠിപ്പിക്കും. 2 തിമോത്തിയോസ് 4-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചുകൂട്ടും. ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലമാണ് വരുന്നത്. അതായത് ദൈവവചനം ഇപ്രകാരം വന്നു, പരിശുദ്ധാത്മ നിങ്ങളെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായബോധത്തെക്കുറിച്ചും പഠിപ്പിക്കും. പാപത്തെക്കുറിച്ച്, നിൻ്റെ പാപത്തെ വചനം ചൂണ്ടിക്കാട്ടും. നീ പാപിയാണെങ്കിൽ നീ തിന്മയിൽ നിന്ന് മാറണം. ഇന്ന തിന്മ നിന്നെ നശിപ്പിച്ച് കളയും, ഇന്ന സ്വഭാവം നിന്നെ നിലനിൽക്കുന്നുണ്ട്. ആണ് പാപത്തെക്കുറിച്ച്. ദൈവരായിട്ടുള്ള നീതിബോധത്തെക്കുറിച്ച്, നീതിപൂർവ്വം നീ പോയില്ലെങ്കിൽ ഇന്ന സംഭവങ്ങൾ, ഇന്ന കഷ്ടങ്ങൾ നിനക്കുണ്ടാകും. ന്യായവിധി, നിനക്കൊരു വരുവാനുള്ള ന്യായവിധിയുണ്ട്. നീ തിന്മ ചെയ്യുവാണെങ്കിൽ നിൻ്റെ മേലൊരു ന്യായവിധി വന്ന് ഭവിക്കും. ആയുസിൻ്റെ മധ്യത്തിൽ നിന്നെ എടുത്തു കളയും എന്നുള്ള വചനങ്ങളൊക്കെ കിടക്കുകയാണ്. അതിനെക്കുറിച്ചൊന്നും പഠിപ്പിക്കത്തില്ല. എന്നാൽ ഇവിടെ ജനങ്ങളുടെ അഭിരുചിക്കൊത്ത് കേൾവിക്ക് ഇമ്പമുള്ള കോമഡി പറയുന്ന വചനം, കോമഡി പറയുന്ന വ്യക്തികൾ, സഭാ ശ്രേഷ്ഠന്മാർ, അതുപോലെ തന്നെ
ആരെയും ബുദ്ധിമുട്ടിക്കാത്ത, അല്ലെങ്കിൽ എല്ലാ പാപിയും നോക്കി ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്ന് മാത്രം പറഞ്ഞ കാൻറ്റീനിസം എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ആർക്കും ദുഃഖം ഉണ്ടാകരുത്, ആരെയും ഹൃദയത്തെ വേദനിപ്പിക്കാൻ പാടില്ല, നിനക്കെല്ലാം നല്ലതേ വരുന്നേ. പാപിയായാലും പലിശക്കാരനായാലും മുമ്പേ ഇരിക്കുന്നവൻ ഒരുപാട് കേസുകളുള്ള വൃത്തികെട്ട ജീവിതം നയിക്കുന്ന വ്യക്തികളും നിന്നെ ദൈവം അനുഗ്രഹിക്കുന്നേ, നിന്നെ ഉയർത്തും. കാരണം അവനും ഇതാ ഇഷ്ടം. അവനെ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ ഇവനും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഏത് പാവി പലിശ കൊടുക്കുന്നതോട് പറയാം നിനക്ക് ഒരു കുഴപ്പമില്ല, അവൻ്റെ ജീവിതം തകർന്നുകൊണ്ടിരിക്കുക, എന്നാലും ഒരു കുഴപ്പമില്ല, ദൈവം ക്ഷമിക്കും, ദൈവം ഉയർത്തും. ഇതുപോലുള്ള സ്റ്റഡിയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മുടെ ജനങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാൻറ്റീനിസത്തിൻ്റെ ഒരു ചിന്താഗതി, അതായത് ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്, ക്ഷമിക്കുന്ന ദൈവമാണ്, ഒരു ശിക്ഷയില്ല, അവിടുത്തെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും, ദൈവം ക്ഷമിക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് പഠിപ്പിക്കുന്നതെങ്കിൽ, എന്നാൽ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിന്നെ ശിക്ഷിക്കുന്ന ദൈവമാണ്. നിന്റെ പാപങ്ങളുണ്ടെങ്കിൽ, നിന്റെ തിന്മയ്ക്ക് നിന്റെ പകരം ചോദിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വളരെ മനസ്സിലാക്കേണ്ടത്. ദൈവ ഭയം നമ്മൾ ഒരുവൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ ന്യായത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച്, പാപത്തെക്കുറിച്ച് നമുക്ക് ഒരു അവബോധം ഉണ്ടാകത്തുള്ളൂ. ദൈവവചനത്തിൻ്റെ യഥാർത്ഥമായ പഠിപ്പേരുകൾ ഇന്ന് കൊടുത്താൽ ജനം അംഗീകരിക്കത്തില്ല. എന്നാൽ ഇവിടെ പറയുകയാണ്, അതുപോലെ ജനങ്ങൾ ഉത്തമമായ പ്രബോധത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുക, തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ അവർ വിളിച്ചുകൂട്ടും. അവർ സത്യത്തിന് നേരെ ചെവിയടച്ച് കെട്ടുകഥകളിലേക്ക് ശ്രദ്ധ തിരിക്കും. സത്യമായ യേശുവിൽ നിന്ന് മാറി കെട്ടുകഥകളും അതുപോലെ തന്നെ ഗുണപാഠ കഥകളും ഒക്കെ പറഞ്ഞ് കെട്ടുകഥകളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു. എന്നാൽ ഇവിടെ വചനം പറയാണ്, നീ സമചിത്തത പാലിക്കുകയും കഷ്ടതകൾ സഹിക്കുകയും സുശേഷൻ്റെ ജോലി ചെയ്യുകയും ശുശ്രൂഷ, അതായത് ദൈവവചനത്തിലേക്ക് തിരിച്ചു വരുവാൻ വചനം ഇവിടെ ശക്തമായിട്ട് നമ്മളോട് ഓർപ്പിക്കുകയാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, നമ്മുടെ യുവതലമുറയുടെ വിശ്വാസം എവിടെ പോയി? ഇന്ന് കാലത്ത് വളരെ ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് യുവാക്കൾക്ക് ഭക്തിയുണ്ടോ? ഇന്ന് പ്രാർത്ഥിക്കുന്ന യുവജനമുണ്ടോ? പണ്ട് കാലത്ത് മക്കളെ ഒക്കെ വിളിച്ച് കുടുംബമായിട്ടിന്ന് പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്ന കുടുംബങ്ങളെയൊക്കെ കാണാൻ സാധിക്കും. കുടുംബമായിട്ട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾ ഒക്കെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും. ഏത് പ്രായക്കാരാണേലും പ്രാർത്ഥനയ്ക്ക്, പ്രത്യേകിച്ച് പെൺമക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം, ഫാമിലിയിൽ അമ്മമാർ പ്രാർത്ഥിക്കുമ്പോൾ പെൺമക്കളും കൂടെ വന്നിരിക്കും. ഇന്നത്തെ കാലത്ത് അതല്ല. ഇന്ന് കുടുംബ പ്രാർത്ഥനയ്ക്ക് അപ്പനും അമ്മയും വന്നിരിക്കും, പെൺമകളോ മകനോ ഒക്കെ റൂമിൽ മൊബൈലും പിടിച്ചുകൊണ്ട് ഓരോ റൂമിലായിരിക്കും. ഇന്ന് കാര്യങ്ങളൊക്കെ മാറി. നമ്മുടെ യുവതലമുറയിൽ ഇന്ന് വിശ്വാസം എത്രത്തോളമുണ്ട്? ഈ ദൈവത്തെ അറിയുന്ന തലമുറയാണോ എന്നുള്ളത് വളരെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് വളരെ ശ്രദ്ധിക്കണമേ, നമ്മൾ വളരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, യുവതലമുറയിലേക്ക് വന്നിരിക്കുന്ന യുക്തിവാദ ചിന്താഗതികൾ, അതായത് ദൈവമില്ല, ഇതെല്ലാം സയൻസിൻ്റെയും ഫിക്ഷൻ്റെയും പുറകെ പോകുന്ന വ്യക്തികളാണ്. ലോകം ഉണ്ടായതെല്ലാം ഇന്ന ബിഗ് ബാങ് തിയറി എന്നൊക്കെയാണ്, അല്ലാണ്ട് ദൈവത്തിൻ്റെ ഇടപെടലല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു തലമുറ. അങ്ങനെ ദൈവത്തെ വിശ്വാസമില്ല, ഒന്നിലും വിശ്വാസമില്ലാത്ത ഒരു നെറികെട്ട തലമുറ വേറെ. ഒരു വിദ്വേഷികളായി, അല്ലെങ്കിൽ നമുക്കറിയാം പെട്ടെന്ന് തന്നെ ഈ ഡിപ്രഷൻ മൈൻഡിലേക്ക് പോകുന്ന തലമുറകൾ വേറെ. വർഗീയവാദത്തിൻ്റെ വിത്തുകൾ ഉള്ളിൽ കൊള്ളുന്ന വ്യക്തികൾ വേറെ. അങ്ങനെ യുവതലമുറ വളരെ വഴിപിഴച്ച് പോകുന്ന ഈ കാലഘട്ടത്തിലാണ് ദൈവവചനം ഒരുവൻ്റെ ഉള്ളിൽ എത്രത്തോളം വേണമെന്നുള്ളതും, കുഞ്ഞുങ്ങളിലേക്കും തലമുറകളിലേക്കും ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ കരുതലും അവരെ എത്രത്തോളം അവരെ വീണ്ടെടുക്കുമെന്നുള്ള തിരിച്ചറിവ് അവർക്ക് പകർന്നു കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. പ്രത്യേകിച്ച് പ്രാർത്ഥന അനുഭവങ്ങളിലേക്ക് അവരെ പങ്കെടുപ്പിക്കുകയും ദൈവവചനത്തിലേക്ക് അടുപ്പിക്കാനും മാതാപിതാക്കൾ വളരെ ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ് ഇനി വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ ഓർത്ത് കരയേണ്ടുന്ന ഒരു അവസ്ഥയാണ് കടന്നു വരുന്നതെന്ന് പ്രത്യേകം ഓർക്കുക. വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, മറ്റ് മതങ്ങളുടെ സ്വാധീനം ആണ് ഇന്ന് വളരെ ശക്തമായിട്ട് ഇന്ന് ക്രിസ്തീയ വിശ്വാസ സഭ നേരിടുണ്ടെന്ന ഒരു കാര്യം. നമുക്കറിയുന്നൊരു മാസം 80ഓളം വ്യക്തികളാണ് മറ്റ് മതങ്ങളിലേക്ക് കൺവെർട്ടറായി പോയിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകളായാലും ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ നമ്മുടെ നാട്ടിൽ വളരെ ശക്തമായിട്ട് കാണാൻ സാധിക്കും. യുവതലമുറ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത്? യുവതികളും യുവാക്കന്മാരും ഇതുപോലുള്ള ചില മതങ്ങളുടെ ആകർഷണത്തിലേക്ക് പോകാനുള്ള കാരണം എന്താണ്? തൻ്റെ ദൈവം രക്ഷിക്കാൻ കഴിയുന്ന ദൈവമല്ലേ? ജീവിക്കുന്ന ദൈവം തന്നെ അനുഗ്രഹിക്കത്തില്ലേ? ഈ ദൈവത്തെ അറിയാത്ത ദൈവം, പരിശുദ്ധാത്മാവ് ഉണ്ടോ എന്ന് പോലും അറിയാത്ത യുവസമൂഹം. എന്താണ് പരിശുദ്ധാത്മാവ്? അവർക്കറിയത്തില്ല. എന്താണ് തൃത്വം? അവർക്കറിയത്തില്ല. ഇങ്ങനൊരു തലമുറ ഇന്ന് വളരെ ശക്തമായിട്ട് നമ്മുടെ നാട്ടിലുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നിൻ്റെ തലമുറകൾ കൈവിട്ട് പോകാതിരിക്കാൻ, നിൻ്റെ ഭവനത്തിൽ നിന്ന് ഒരു കണ്ണുനീരിൻ്റെ അനുഭവം ഉണ്ടാകാതിരിക്കാൻ, കുഞ്ഞുങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്ന അനുഭവം ഉണ്ടാകാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്.
കൊളോസ്യർ 2:8 ഇപ്രകാരം പറയുകയാണ്: ക്രിസ്തുവിന് യോജിക്കാത്തതും പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾക്കും മാനുഷിക പാരമ്പര്യത്തിനും മാത്രം ചേർന്നതുമായ വ്യർത്ഥ പ്രലോഭനത്തിനും തത്വചിന്തയ്ക്കും ആരും നിങ്ങളെ ഇരയാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. തത്വചിന്തകളും വ്യർത്ഥ പ്രലോഭനങ്ങൾക്കും നിങ്ങൾ ഇരയാകരുത്. നമുക്ക് ഇന്ന് കാണാൻ സാധിക്കും, പല ചിന്തകളും പല തിയറീസും ഒക്കെ ആയിട്ട് ഇന്ന് സമൂഹത്തിൽ നമ്മുടെ മേൽ വളരെ സ്വാധീനങ്ങൾ ഉണ്ടാകുന്നൊരു കാലഘട്ടമാണ്. എല്ലാ മതങ്ങളും ഒരുപോലെയാണ്. അന്യമതത്തിലെ എല്ലാ ദൈവവും എവിടെ ചെന്നാലും ഒരു ദൈവമേ ഉള്ളൂ. ഇതുപോലുള്ള ഒരു സ്റ്റഡിയൊക്കെ നമുക്കിന്ന് കാണാൻ സാധിക്കും. അതായത് സെക്യുലറിസം പോലുള്ള ചിന്തകൾ നമ്മളിലേക്ക് തരികയാണ്. മതേതരത്വമാണ്, മതങ്ങളിൽ നോക്കിയല്ല, അവിടെയെല്ലാം മനുഷ്യനെ കാണണം എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ക്രിസ്തീയ വിശ്വാസത്തോട് ദൈവവചനം നമ്മൾ ഓർപ്പിക്കുകയാണ്. ബൈബിൾ ദൈവവചനം എന്താണ്? അത് സ്വർഗത്തിൻ്റെ സംസ്കാരമാണ്. ദൈവവചനം ഇതിനോട് ഭിന്നിച്ച് നിൽക്കാനല്ല പറയുന്നത്. ദൈവവചനം തിന്മയിൽ നിന്ന് വേർപെട്ട് നിൽക്കാനേ പറയുന്നുള്ളൂ. ദൈവവചനം നിനക്ക് ഒരു വേർപാടുണ്ടെങ്കിൽ അതെന്താണ്? ആത്മീയപരമായ വേർപാടുകളാണ്. അതായത് നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കാൻ പറഞ്ഞ കർത്താവ് തന്നെ ആ വചനത്തെ പറയുമ്പോഴും അവൻ്റെ തിന്മയും അവൻ്റെ പാപവും നിന്നിലേക്ക് കൊണ്ടുവരാൻ പറയുന്നില്ല. അതിൽ നിന്ന് വേർപെട്ടണമെന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. സ്വർഗത്തിൻ്റെ കൾച്ചറാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതൊന്നുമല്ല, നിങ്ങൾ അവൻ്റെ ആരാധന ചെയ്താലും കുഴപ്പമില്ല, അവൻ്റെ രീതി നിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നാലും കുഴപ്പമില്ല എന്നൊക്കെ പഠിപ്പിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ കൽപ്പന ലംഘനമാണ്. ഞാനല്ലാതെ വേറൊരു ദൈവം നിനക്ക് ഉണ്ടാകരുതെന്ന് കർത്താവ് നമ്മളോട് പറയുമ്പോൾ ദൈവം അന്നും പറഞ്ഞു, എൻ്റെ ജനങ്ങൾ അവരുടെ ഇടയിലേക്ക് പോകരുത്, കാരണം അവരുടെ ജനങ്ങളും നിങ്ങളുടെ ജനങ്ങളും തമ്മിൽ ചേർന്നാൽ തിന്മകൾ വരുമെന്ന് കർത്താവ് അവിടെ ഭയപ്പെടുന്നതായിട്ട് നമുക്ക് മോവാബ്യരുടെ ജനങ്ങളുമായിട്ട് ജനത്തെപ്പറ്റി കർത്താവ് പറയുന്ന കാണാൻ സാധിക്കും. കാരണം ജാതികളുടെ തിന്മ ദൈവവിശുദ്ധമായ ദൈവജനത്തിൻ്റെ ഇടയിൽ ഇടകലരാതിരിക്കാൻ, ദൈവമക്കളുടെ മേൽ തിന്മ വരാതിരിക്കാൻ കർത്താവ് വളരെയധികം ആഗ്രഹിക്കുന്നു. അവിടെ ആ ദൈവത്തിൻ്റെ ഹിതത്തിനെതിരെയാണ് ഇന്ന് സെക്യുലറിസം പോലുള്ള ചിന്താഗതികൾ പഠിപ്പിക്കുന്ന വ്യക്തികൾ ഇന്ന് ഇവിടെ നൽകുന്ന സഭയായാലും സമൂഹമായാലും വളരെ ശ്രദ്ധിക്കണം. അത് ദൈവവചനത്തിൽ നമ്മൾ ഉറച്ചു നിന്നാൽ മാത്രമേ ഇതുപോലുള്ള കാഴ്ചപ്പാടിൽ നിന്ന് നമുക്ക് വിഭിന്നമായിട്ട് നിൽക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. കഥാൽ പ്രിയരെ, നമ്മളോട് ദൈവവചനം ഇപ്രകാരം പറയുകയാണ്. 2 കൊരിന്ത്യരിൽ 11-ാം അധ്യായം 2-ാം വാക്യം പറയുകയാണ്: എനിക്ക് നിങ്ങളോട് ദൈവികമായ അസൂയ തോന്നുന്നു. എന്തെന്നാൽ നിർമ്മലമായ വധുവിനെ അവളുടെ ഭർത്താവിന് എന്നതുപോലെ നിങ്ങളെ ക്രിസ്തുവിന് സമർപ്പിക്കേണ്ടതിന് ക്രിസ്തുവുമായി നിങ്ങളുടെ വിവാഹ നിശ്ചയം ഞാൻ നടത്തി. പൗലോസ് ഇത് പറയുമ്പോൾ യേശുവുമായിട്ട് ദൈവത്തിൻ്റെ മക്കളെ കർത്താവുമായിട്ടുള്ള വിവാഹ നിശ്ചയം, മണവാളനായ യേശുവും സഭയാകുന്ന മണവാട്ടിയുമായിട്ടുള്ള വിവാഹ നിശ്ചയം എന്ന് പറഞ്ഞാൽ ആ മണവാളനും മണവാട്ടിയും തമ്മിലുള്ള അടുപ്പത്തെ നിങ്ങളെ ഉറപ്പിച്ചു, നിങ്ങളെ സമർപ്പിച്ച് വിവാഹ നിശ്ചയം നടത്തിയെന്ന് പൗലോസ് അവിടെ പറയുകയാണ്. എന്നാൽ അവിടെ വളരെ പ്രത്യേകമായിട്ട് പൗലോസ് ആകുലപ്പെടുന്ന, വിശുദ്ധ പൗലോസ് ആകുലപ്പെടുന്ന ഒരു കാര്യം ഇതാണ്: എന്നാൽ സർപ്പം ഹവ്വായെ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിൽ നിന്നും വ്യതിചലിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഹവ്വയെ തന്ത്രപൂർവ്വം പിശാച് ചതിച്ചതുപോലെ സഭയാകുന്ന മണവാളനാകുന്ന യേശുവിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന തരത്തിൽ നിങ്ങളെ തന്ത്രപൂർവ്വം ഹവ്വയെ ചതിച്ച പോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിൽ നിന്ന് ലാളിത്യത്തിൻ്റെ വിശുദ്ധിയിൽ നിന്ന് വ്യതിചലിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കാരണം എന്താണ് പൗലോസ് ഇങ്ങനെ ആകുലപ്പെടാൻ കാരണം? ഇന്ന് നമ്മളോടും ദൈവവചനം ഓർപ്പിക്കുകയാണ്, ഈ വചനം നമ്മളോട് ഓർപ്പിക്കുകയാണ്. കർത്താവിൽ പ്രിയരെ, ദൈവവചനത്തിൽ ഉറച്ചു നിന്ന നിങ്ങളായിരിക്കുന്ന കൂട്ടായ്മയിൽ നിങ്ങൾ അറിഞ്ഞ യേശുവിൽ ഉറച്ചു നിന്ന നിങ്ങളെ പല ചതികൾ, പല തന്ത്രങ്ങൾ, പല പഠിപ്പീരുകൾ, പല പ്രസംഗങ്ങൾ നിങ്ങളെ കർത്താവിൽ നിന്ന് അകറ്റുമോ എന്ന് പൗലോസ്ലീഹ ആകുലപ്പെട്ട് ഭയപ്പെട്ട പോലെ ഇന്ന് ആ വചനവും ഇന്ന് ഓർപ്പിക്കുകയാണ്. 4-ാം വാക്യം ഇപ്രകാരം പറയുന്നത്: എന്തെന്നാൽ ഞങ്ങൾ പ്രസംഗിച്ചതല്ലാതെ മറ്റൊരു യേശുവിനെ ആരെങ്കിലും വന്ന് പ്രസംഗിക്കുകയോ നിങ്ങൾ സ്വീകരിച്ചതല്ലാതെ മറ്റൊരു ആത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുകയോ നിങ്ങൾ കൈക്കൊണ്ടതല്ലാതെ മറ്റൊരു സുവിശേഷം നിങ്ങൾ കൈക്കൊള്ളുക ചെയ്താൽ നിങ്ങൾ അനായാസം അതിനെല്ലാം കീഴടങ്ങുകയായിരിക്കും ചെയ്യുക. മറ്റൊരു പ്രസംഗം, ഞങ്ങൾ പ്രസംഗിച്ചുള്ള മറ്റൊരു യേശുവിനെ നമ്മളെ കണ്ടു, മുരിയാട് പോലുള്ള സ്ഥലത്തുള്ള മറ്റൊരു യേശു,
നിങ്ങൾ സ്വീകരിച്ചില്ല മറ്റൊരാത്മാവിനെ, വ്യാജാത്മാവിനെ സ്വീകരിക്കോ. മറ്റൊരു സുവിശേഷം നിങ്ങൾക്ക് കർത്താവിനാൽ നൽകപ്പെട്ട സുവിശേഷമല്ലാതെ വ്യാജ ഉപദേശങ്ങൾ നൽകുകയോ ചെയ്താൽ നിങ്ങൾ സഭയാകുന്ന മണവാളനായ ക്രിസ്തു നിന്ന് അകറ്റപ്പെടുമോ? വ്യാജ പ്രബോധനങ്ങൾ കൊണ്ട് നിങ്ങൾ അകറ്റപ്പെടുവോ? അതായത് മണവാട്ടിയെ പിശാച് അകറ്റി മണവാളിൽ നിന്ന് അകറ്റുമെന്ന് ഭയപ്പെടുന്ന ആ ഭയം ഇന്ന് ഈ നമ്മളിന്ന് സംസാരിച്ച ഈ വചനഭാഗത്തു നിന്ന് നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഇവിടെ ദൈവം ആകുലപ്പെടുകയാണ്. കർത്താവിൻ്റെ ഹൃദയമാണ്. വ്യാജ പ്രബോധനങ്ങൾ ക്രിസ്തുവിൽ നിന്ന് നിങ്ങളെ അകറ്റുമോ? കഥാൽപ്രിയരെ, ഇന്ന് നമ്മൾ ഓർപ്പിക്കേണ്ട ഒരു കാര്യമാണ്. അവസാന കാലത്തിൽ ഈറ്റുനോവിൻ്റെ ആരംഭങ്ങൾ അടുത്തുകൊണ്ടിരിക്കെ, കർത്താവ് പറഞ്ഞ വേദനകളുടെ ആരംഭങ്ങൾ അടുത്തുകൊണ്ടിരിക്കെ, കാലത്തിൻ്റെ അടയാളങ്ങളിൽ സംഭവിക്കാനിരിക്കുന്ന അനേകം കാര്യങ്ങളാണ് യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, രാജ്യത്തിനെതിരായും ജനത്തിനെതിരായും അവിടെ എതിർക്കുന്ന അവസ്ഥകൾ എല്ലാം കടന്നു വരുമ്പോൾ, വ്യാജ ഉപദേഷ്ടാക്കളും കള്ളക്രിസ്തുമാരും വരുമ്പോഴും ദൈവജനം, മണവാട്ടിയാകുന്ന സഭ മണവാളനായ ക്രിസ്തുവിനോട് ചേർന്നാണോ? വ്യാജ പ്രബോധനം നിന്നെ അകറ്റുന്നുണ്ടോ എന്ന് വളരെ ശക്തമായിട്ട് ശ്രദ്ധിക്കേണ്ട അവസരമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവചനത്തിൽ ശക്തിപ്പെട്ടിരിക്കുക, നമ്മളായിരിക്കുന്ന സഭയിൽ ബലപ്പെട്ടിരിക്കുക, നമ്മൾ പഠിച്ച ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുക. ആരും നിന്നെ വഴിതെറ്റിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളണം എന്നുള്ള വചനത്തിൻ്റെ യോഗ്യതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. കർത്താവ് പറഞ്ഞ വചനത്തിൽ കാലത്തിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയെന്ന് നമ്മൾ വെളിപ്പെടുത്തുന്നുണ്ട്. ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ പോലെ ഇന്ന് ഒരുവരും വഴിതെറ്റിക്കാതിരിക്കാൻ തക്കണം ദൈവവചനം നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയട്ടെ. വചനത്തെ പഠിക്കുകയും വചനത്തിൻ്റെ രീതിയിൽ ജീവിക്കുകയും ചെയ്തുകൊണ്ട് കർത്താവിനെ നമുക്ക് ജീവിതത്തിൽ അനുകരിക്കാം. ദൈവം നിങ്ങളെല്ലാവരും ശക്തമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.